ഹലോ എവരി വൺ. അപ്പോൾ നമുക്കിന്ന് സുഗിയൻ ഉണ്ടാക്കിയാലോ? എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് സുഗിയൻ എന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് 250 ഗ്രാം ചെറുപയർ ഇട്ടിട്ട് സോക്ക് ചെയ്ത് വെക്കണം. 8 മണിക്കൂർ ചെറുപയർ കുതിരാൻ വേണ്ടി വെക്കണം. 8 മണിക്കൂറിന് ശേഷം ചെറുപയർ കുക്കറിലേക്ക് ഇട്ട് പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് 2-3 വിസിലടിച്ചെടുക്കണം. 2-3 വിസിൽ കൊണ്ട് തന്നെ ചെറുപയർ നല്ലതുപോലെ വെന്ത് കിട്ടും. ഇനി വേറൊരു പാനിലേക്ക് 200 ഗ്രാം ശർക്കര ചേർത്ത് നല്ലതുപോലെ പാനിയാക്കി എടുക്കുക. അതിനുശേഷം തേങ്ങ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. അതിനുശേഷം പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കായും കൂടെ ചേർത്താൽ സുഗിയനുള്ള മിക്സ് റെഡിയായി. ഇനി നമുക്കിത് തണുക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് സുഗിയനുള്ള മാവ് റെഡിയാക്കാൻ നോക്കാം. ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ, 1 നുള്ളു ഉപ്പ്, 1 നുള്ളു മഞ്ഞ കളർ, 3 സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പാകത്തിന് വെള്ളം എന്നിവ ചേർത്ത് നല്ലതുപോലെ കട്ടയില്ലാതെ മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ മാവ് റെഡിയായി. ദോശമാവിൻ്റെ അയവാണ് വേണ്ടത്, അധികം ലൂസ് ആവാൻ പാടില്ല. ഇപ്പോൾ ഇത് നമ്മുടെ മിക്സ് എല്ലാം നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോളാക്കി വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബോളുകളെല്ലാം റെഡിയായി. ഇനി നമുക്കിത് മാവിൽ മുക്കി പൊരിച്ചെടുക്കാം. സുഗിയൻ ഇടുമ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷമാണ് ഇടേണ്ടത്. അതുപോലെ ഇതിട്ട് കഴിഞ്ഞതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെക്കുകയും കൂടെ വേണം. അപ്പോൾ ഇതാ നമ്മുടെ സുഗിയൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാം ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഗിയൻ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള 4 മണി പലഹാരം ഏതാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടം പഴംപൊരിയാണ് കേട്ടോ. പിന്നെ ഈ സുഗിയൻ ആരാണ് സുഗിയൻ എന്നുള്ള പേരിട്ടതെന്ന് വലിയൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. എണ്ണ കിടന്ന് ഇത്രയും പീഡനം അനുഭവിക്കുന്ന സുഗിയൻ ആരാണ് സുഗിയൻ എന്ന് പേരിട്ടതെന്ന്. എന്തായാലും കഴിക്കാൻ നല്ല സുഖമുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ സുഗിയൻ എന്നുള്ള പേര് വന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.